പ്രിയപ്പെട്ട മലയാളി സുഹൃത്തുക്കൾക്ക് നല്ല നമസ്കാരം. ഇന്ന് 2026 ജനുവരി മാസത്തിലെ മൂന്നാമത്തെ ആഴ്ച കഴിഞ്ഞിരിക്കുന്നു. മൂന്നാമത്തെ ആഴ്ച കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യ ശനിയാഴ്ച ദിവസം നമ്മൾ ചില രാഷ്ട്രീയ വിഷയങ്ങളെക്കുറിച്ച് ഉള്ള അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുകയാണ്. പ്രധാനമായും നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് പൊളിറ്റിക്കൽ ടേൺ കോഡ്സ് നൽകുന്ന സൂചനകൾ എന്താണ്. മറ്റൊന്ന്, ഇന്നലെ പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വരികയും അദ്ദേഹം ഔദ്യോഗികമായ പരിപാടിയിലും പാർട്ടി പരിപാടികളിലും പങ്കെടുത്ത ശേഷം മടങ്ങിപ്പോവുകയും ചെയ്തു. അല്ലെങ്കിൽ അങ്ങനെ ഉള്ള ആ സന്ദർഭത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസംഗത്തിൻ്റെ തുടക്കവും ഒടുക്കവും നൽകുന്ന, അതിൻ്റെ ഇൻട്രൊഡക്ടറി പാർട്ടും അതിൻ്റെ കൺക്ലൂഡിംഗ് പാർട്ടും നൽകുന്ന സന്ദേശം എന്താണ് എന്ന് പരിശോധിക്കുകയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ചെയ്യുന്നത്. ആദ്യം നമുക്ക് പൊളിറ്റിക്കൽ ടേൺ കോഡ്സിൻ്റെ കാര്യം പരിശോധിക്കാം. പ്രധാനമായും നമ്മൾ കാണുന്നത് ഇടുക്കി ജില്ലയിൽ നിന്നുള്ള CPIMൻ്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന മുൻ MLA S. രാജേന്ദ്രൻ BJPയിൽ ചേർന്നു എന്നുള്ളതാണ്. രണ്ടാമത്, സുജാ ചന്ദ്രബാബു എന്ന് പറയുന്ന CPIMൻ്റെ കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം മുസ്ലിം ലീഗിലാണ് ചേർന്നത്. ഒരല്പം മുമ്പ് CPMൽ നിന്നുള്ള മറ്റൊരു മുൻ MLA ഐഷ പോറ്റി, കൊല്ലം ജില്ലയിൽ നിന്നുള്ള ഐഷ പോറ്റി, അവർ കോൺഗ്രസിൽ ചേരുകയും ഉണ്ടായി. അതുപോലെ തന്നെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ് CPIMൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന അവിടുത്തെ CPMൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന കണ്ണൂരിലെ CPMൻ്റെ ജില്ലാ കമ്മിറ്റി അംഗം അവിടെയുള്ള MLA TA മധുസൂദനെതിരെ ഉയർത്തിയ ഒരു ആരോപണം. അതിൽ അദ്ദേഹം പറയുന്നത്, ധൻരാജ് രക്തസാക്ഷി ഫണ്ട് എന്ന പേരിൽ CPIM 1 കോടി രൂപ പിരിച്ചെടുത്തു. അതിൽ 40 ലക്ഷം രൂപ തിരിമറി ചെയ്തു എന്നാണ് CPIMൻ്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം അവിടുത്തെ പയ്യന്നൂർ MLA TA മധുസൂദനെതിരെ ആരോപണം ഉന്നയിക്കുന്നത്. അത് ഈ വിഷയത്തിൽ നമുക്കൊരു ടേൺ കോട്ടിനെ പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയില്ല. പക്ഷേ ഈ ഞാനിപ്പോൾ സൂചിപ്പിച്ച രാജേന്ദ്രൻ MLAയുടെ കാര്യം, അതുപോലെ ഐഷ പോറ്റിയുടെ കാര്യം, അതുപോലെ സുജാ ചന്ദ്രബാബുവിൻ്റെ കാര്യം, ഇതിനെ നമുക്ക് ഈ പയ്യന്നൂർ MLAക്കെതിരെ ഉയർന്ന ആരോപണവുമായി ചേർത്ത് വായിക്കുമ്പോൾ നൽകാൻ കഴിയുന്ന സൂചന ഇതാണ്. നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ 2005 DIC രൂപം കൊള്ളുമ്പോൾ TM ജേക്കബൊക്കെ അതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കാൻ തീരുമാനിക്കുമ്പോൾ അവർ ആ കാലഘട്ടത്തിൽ നടന്ന തിരുവനന്തപുരം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ അവർ LDFിനൊപ്പമാണ് നിന്നത്. അതിനു മുമ്പ് അവർ എറണാകുളം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തും എറണാകുളത്തും ആ കാലഘട്ടത്തിൽ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയുണ്ടായി. UDFിനെതിരായ നിലപാടാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന K. കരുണാകരൻ വിഭാഗം അന്നെടുത്തത്. തിരുവനന്തപുരം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിലും നമ്മളത് കണ്ടു. അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷവുമായി അവർ സഹകരിച്ച് പ്രവർത്തിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി DICക്ക് LDFിലെ ഘടകകക്ഷിയാകാൻ കഴിയുമെന്ന് അവർ പ്രതീക്ഷിച്ചു. കോൺഗ്രസിൽ നിന്നുള്ള 9 MLAമാർ രാജിവെച്ചു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ആ കാലഘട്ടത്തിലെ പൊളിറ്റിക്കൽ ടേൺ കോഡ്സായി നമുക്ക് അന്നത്തെ DICയെ കാണാം. എന്ന് പറഞ്ഞാൽ അവർ പ്രതീക്ഷിച്ചിരുന്നത്
അടുത്തതായി രൂപീകരിക്കപ്പെടാൻ പോകുന്ന ഗവൺമെൻറ് LDFിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് അവർ ഇങ്ങനെ മുന്നണി മാറ്റത്തിനോ പാർട്ടി മാറ്റത്തിനോ തയ്യാറാകുന്നത്. ഇപ്പോൾ CPMൻ്റെ ഭാഗമായി നിൽക്കുന്ന മുൻ MLAമാർ വരെ പാർട്ടി മാറാനൊരുങ്ങുമ്പോൾ, അല്ലെങ്കിൽ കണ്ണൂർ പോലെ CPMൻ്റെ ഉറച്ച രാഷ്ട്രീയമായി നമ്മൾ പറയുമ്പോൾ ഒരു ഉറച്ച കോട്ടയായി വളരെ സുരക്ഷിതമായ CPMന് ഏറ്റവും താഴെത്തട്ടിൽ പ്രവർത്തകരുള്ള പാർട്ടി ഗ്രാമങ്ങളുള്ള ഒരു പ്രദേശത്തു നിന്നും ഒരു ജില്ലാ കമ്മിറ്റി അംഗം ഒരു നിലവിലുള്ള MLAക്കെതിരെ ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കണമെന്നുണ്ടെങ്കിൽ പാർട്ടി അത്രമാത്രം അപജയത്തെ നേരിടുന്നു എന്നുള്ള സന്ദേശത്തോടൊപ്പം തന്നെ ഇത്തരം ആരോപണം ഉന്നയിച്ചാൽ പാർട്ടി ഇനി തുടർന്നും അധികാരത്തിലിരിക്കുകയാണെങ്കിൽ അത് സൃഷ്ടിച്ചേക്കാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അറിയാവുന്ന ഒരു വ്യക്തി എന്നുള്ള നിലക്ക് പാർട്ടി ഒരിക്കൽ കൂടി അധികാരത്തിൽ വരികയില്ല. അപ്പോൾ വരാനിരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഇതിനെക്കുറിച്ചൊക്കെ ശരിയായ രീതിയിലുള്ള അന്വേഷണം നടക്കും. അപ്പോൾ താൻ ഇതിനെക്കുറിച്ച് ഭയപ്പെടേണ്ടതില്ല എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു ഭരണമാറ്റം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള സൂചനയാണ് ഈ 4 സംഭവങ്ങളും, ഈ 3 പൊളിറ്റിക്കൽ ടേൺ കോഡ്സിൻ്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം നടത്തിയിട്ടുള്ള പരാമർശങ്ങളും നമുക്ക് നൽകുന്ന സൂചനകളതാണ്. അദ്ദേഹം ഏഷ്യാനെറ്റിലെ വിനു വി ജോണിന് നൽകിയ അഭിമുഖം ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിയുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം പ്രധാനമന്ത്രി ഇന്നലെ നടത്തിയിട്ടുള്ള പ്രസംഗത്തെക്കുറിച്ച് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ ഇൻട്രൊഡക്ടറി പാർട്ടിൽ തന്നെ അദ്ദേഹം മന്നത്ത് പത്മനാഭനെക്കുറിച്ചും ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ചും സൂചിപ്പിച്ചു എന്നുള്ളതാണ്. അത് വരാനിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളെ BJP എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നുള്ളതിൻ്റെ സൂചനയാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ കൺക്ലൂഡിംഗ് പാർട്ടിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നത് MMCയെക്കുറിച്ചാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് MMC ആയിരിക്കുന്നു, INC MMC ആയിരിക്കുന്നു എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. മുസ്ലിം ലീഗ് മാവോവാദി കോൺഗ്രസ് എന്നാണ് MMCയുടെ ഫുൾ ഫോം. അപ്പോൾ CPMൻ്റെ നേതൃത്വത്തിലുള്ള LDF കഴിഞ്ഞ 10 വർഷത്തോളമായി, ഓൾമോസ്റ്റ് മേ ബി മോർ ദാൻ 9 years and 9 months, ഇത്രയും കാലം പൂർത്തീകരിച്ചിട്ടുള്ള ഒരു ഗവൺമെൻറ് അധികാരത്തിലിരിക്കുന്ന, അല്ലെങ്കിൽ BJP രാഷ്ട്രീയമായി എതിർക്കുന്ന ഒരു പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ് അധികാരത്തിലിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സമയത്ത് നടത്തുന്ന ഒരു രാഷ്ട്രീയ പ്രസംഗത്തിൻ്റെ കൺക്ലൂഡിംഗ് പാർട്ടിൽ പ്രധാനമന്ത്രി ഇവിടെ നിലവിലുള്ള ഭരണത്തിലിരിക്കുന്ന പാർട്ടിയെയോ ആ ഗവൺമെൻറ്റിനെയോ വിമർശിക്കാനല്ല ശ്രമിക്കുന്നത്, മറിച്ച് കോൺഗ്രസിനെ വിമർശിക്കാനാണ് ശ്രമിക്കുന്നത്, മുസ്ലിം ലീഗിനെ വിമർശിക്കാനാണ് ശ്രമിക്കുന്നത്. എന്ന് പറഞ്ഞാൽ BJPയുടെ പ്രധാന രാഷ്ട്രീയ എതിരാളി ഇവിടെ കോൺഗ്രസ് ആണ് എന്നാണ് നമ്മളതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ ഇടതുപക്ഷം ഇവിടെ എതിർക്കപ്പെടേണ്ട രൂപത്തിൽ ഒരു പ്രബല രാഷ്ട്രീയ ശക്തിയായി ഇടതുപക്ഷത്തെ ഇനി കാണേണ്ടതില്ല, എതിർക്കപ്പെടേണ്ട വിധത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷിയായി, ഒരു രാഷ്ട്രീയ മുന്നണിയായി ഇടതുപക്ഷ മുന്നണിയെ കാണേണ്ടതില്ല എന്ന രാഷ്ട്രീയ യാഥാർത്ഥ്യം പ്രധാനമന്ത്രി തിരിച്ചറിഞ്ഞിരിക്കുന്നു. BJPയുടെ ഇവിടുത്തെ, അല്ലെങ്കിൽ NDAയുടെ മുഖ്യ ശത്രു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതിൻ്റെ നേതൃത്വത്തിലുള്ള UDFുമാണ് എന്ന് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൻ്റെ കൺക്ലൂഡിംഗ് പാർട്ട് നമുക്ക് കാണിച്ചു തരുന്നു. അങ്ങനെയാണ് അവർ കാണുന്നത് എന്നുള്ള സൂചന നമുക്കതിൽ നിന്ന് വായിച്ചെടുക്കാം. കൂടുതൽ രാഷ്ട്രീയ വിശകലനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.